മോർണിംഗ്. സർപ്രൈസ് ആണല്ലോ. ഓൺലൈൻ കണ്ടുകൊണ്ട് വിളിച്ചോ? ഓഫീസിലെത്തിയപ്പോ ഞാൻ എപ്പോഴും ഓൺലൈനാണ്. അയ്യോ എന്നാ ഞാൻ വെക്കുക. എന്നെ ഫോണാണ്, അതങ്ങനെ അടിച്ചോണ്ടിരിക്കും, കുഴപ്പമൊന്നുമില്ല. താൻ വെക്കല്ലേ. ഞാൻ പിന്നെ വിളിക്കാവേ. പറയാതെ വിളിക്കല്ലേ, ഭയങ്കര പാടാ കോൾ അറ്റൻഡ് ചെയ്യാൻ. എടാ മോനെ, ഞാൻ അറിഞ്ഞോ ആ പെങ്കൊച്ചിനെ ഫോണിൽ കൂടെ അവൻ കയറി പ്രപ്പോസ് ചെയ്യുമെന്ന്. കൂടുതൽ എന്തെങ്കിലും കാണിക്കുന്നതിന് മുമ്പേ ആ കൊച്ചിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എടുത്താ. നിന്റെ മമ്മിക്ക് നട വട്ടാണ്, നീ തന്നെ ഡീൽ ചെയ്താൽ പ്ലീസ്. അവൾക്ക് സിം കാർഡില്ല. ഫോണുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, സിം ഇല്ല. നീ എങ്ങനെയാണ് എത്ര കറക്റ്റ് പാർട്ടികളെ കണ്ടുപിടിക്കുന്നത്? അനു, എനിക്ക് വീഡിയോ ഭയങ്കരമായിട്ട് കട്ടാവുന്നു. നീ ഒന്ന് സിഗ്നൽ ഉള്ളിടത്ത് എവിടെയെങ്കിലും പോയി നിൽക്കാവോ? എന്താ പറ്റി? എടാ, ഇത് കാര്യമായിട്ടുണ്ടല്ലോ. അത് വേണ്ട. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനിത് റിപ്പോർട്ട് ചെയ്യാനൊക്കെ നിൽക്കണം. സോറി, എനിക്ക് വേറെ വഴിയില്ല ജിമ്മി. ഇതെന്റെ ലാസ്റ്റ് മെസ്സേജ് ആയിരിക്കും. സൂസൈഡ് ചെയ്തവളോട് എനിക്ക് പേടിയാവുന്നതാ. ആ കൊച്ചു എന്റെ വീട്ടിൽ പോയി കാണോ, അല്ല എന്തോ നിനക്ക് മനസ്സിലാവാത്തോണ്ടാ പോലീസ് എന്നെ വിളിച്ചിട്ട് ചോദിച്ച മുഴുവൻ അവളെ പറ്റിട്ടാ. നീ എന്ത് പറഞ്ഞു? അനുവിനെ പറ്റി ഒന്നും മിണ്ടിട്ടും കൂടില്ല. എന്റെ took my phone. ഒക്കെ എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞേ പറ്റത്തുള്ളൂ. വിളി വിളി, അവളുടെ അപ്പനെ വിളി. നിലാളുടെ നമ്പറില്ലടാ. നീ അയാളെ ഇന്ന് കണ്ടു, അനുവിന്റെ നമ്പർ കൊടുത്തു, നിന്റെ മമ്മിയുടെ നമ്പർ കൊടുത്തു, എന്നിട്ട് അയാളുടെ നമ്പർ നീ വാങ്ങിച്ചില്ലേ? എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒന്നും തോന്നിയില്ല. നിനക്ക് അനുവിന്റെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ അറിയോ? ഇനി ഐഡിയ ഫാഷി മാൻ ഹാവ് ഗോൺ പീപ്പിൾ സീ മീറ്റ് അപ്പ് എന്തെങ്കിലും. നിനക്ക് അനുവിനെ പറ്റി എന്ത് അറിയാന്നുണ്ടെങ്കിൽ പറയുന്നത്? എടാ ജിമ്മി, എന്തോ നാളെ ഇത്? ഞാൻ നിന്നോട് അന്നേ പറഞ്ഞ അനുന്റെ കേസ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന്. അനു ഡീലമുണ്ട്. സോറി. എന്റെ മമ്മിയാണ് അവളെ ലാസ്റ്റ് വിളിച്ചേക്കുന്നത്.